അങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പരമകാഷ്ഠയിലെത്തി. എല്ലാ ചാനലുകളും അഭിപ്രായ സർവേകൾ നടത്തി നമ്മളെ എല്ലാവരും ബോധവൽക്കരിച്ചിട്ടുണ്ട്. മനോരമ, മാതൃഭൂമി, റിപ്പോർട്ടർ, 24 ഇത്തരം പേരുടെ വിലയിരുത്തലുകൾ, വിശകലനങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലായിടത്തും UDFനാണ് മേൽക്കൈ. LDFന് പറയത്തക്ക സീറ്റുകളൊന്നും കിട്ടുകയില്ല എന്ന് മനോരമ ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത്ര ഔദ്ധത്യമില്ലാത്തതുകൊണ്ട് 5, 6, 7 സീറ്റുകൾ LDFന് കൊടുക്കാനും അവർ തയ്യാറായിട്ടുണ്ട്. BJPക്ക് ഒരു സീറ്റുമില്ല എന്ന എല്ലാ ചാനലുകാരും ഒരേ സ്വരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നിരിക്കലും BJP വളരെ ആവേശത്തോടെ അവരും രംഗത്തുണ്ട്. BJP അതിശക്തമായി മത്സരിക്കുന്നത് സംസ്ഥാനത്ത് 2 മണ്ഡലങ്ങളാണ്. നമുക്കറിയാം, ഒന്ന് തൃശ്ശൂരാണ്. അവിടെ സിനിമാ നടൻ സുരേഷ് ഗോപി വെയിൽ കൊണ്ട് വെള്ളം കുടിച്ച് വീടാന്തരം നടന്ന് വോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ട്. തൃശ്ശൂർ മേയർ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും മനോരമയുടെ സർവേ അനുസരിച്ച് K. മുരളീധരനാണ് അവിടെ ജയിക്കുക. മറിച്ച് 24ൻ്റെ പ്രവചനപ്രകാരം നമ്മുടെ സുനിൽ കുമാറിനാണ് മേൽക്കൈ. അങ്ങനെ നിൽക്കുന്നു. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്നുള്ള എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ ഭയങ്കരമായ രീതിയിൽ, അതിശക്തമായ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. ആളുകൾ വോട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ശശി തരൂരിനെ അപേക്ഷിച്ച് പ്രചരണ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് രാജീവാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് തന്നെ പരിഷ്കരിച്ചു, വെറും രാജീവ് എന്ന് മാത്രമാക്കി. തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന വാക്ക് അദ്ദേഹം തള്ളിക്കളഞ്ഞു. തിരുവനന്തപുരത്തിൻ്റെ പുരോഗതിക്ക് രാജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ. ഈ രാജീവ് ജയിച്ചാൽ ഇനി കാര്യം നടക്കും എന്നുള്ളതാണ് പുള്ളിയുടെ മുദ്രാവാക്യം. ഇനി കാര്യം നടക്കും. ഇത്ര നാളും ഒരു കാര്യവും നടന്നിട്ടില്ല, ഇനി നടക്കും എന്നാണ് പുള്ളി പറയുന്നത്. നടക്കുമോ, നമ്മൾ ഓടുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അവിടെ കാടിളക്കി അല്ലെങ്കിൽ നാടിളക്കി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്ററുകൾ, ബാനറുകൾ, അതുപോലെ ഫ്ലക്സ് എല്ലാം ഗംഭീരമാണ്. അതിഗംഭീരമായി രൂപകൽപ്പന ചെയ്ത, ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രചരണ സംവിധാനമാണ് നടക്കുന്നത്. മാത്രവുമല്ല, ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും കാര്യമായിട്ട് ദമ്പിടി കൊടുത്തിട്ടുണ്ട്. അത് ലത്തീൻ കത്തോലിക്ക വൈദികർക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റേ SIUC എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ഹിന്ദു നാടക സംഘടനകൾക്ക് കിട്ടിയിട്ടുണ്ട്, NSSനും SNDPക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അത് കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾക്ക് നന്നായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 4 പേരുടെ സർവേയിൽ ഇദ്ദേഹം ഇങ്ങനെ പുറകെ പോയെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി ആയതുകൊണ്ട് പുള്ളി ജയിക്കുന്ന പ്രവചിക്കുന്ന ഇവർക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അത് അവർക്കും അറിയാം, രാജീവിനും അറിയാം. അങ്ങനെ ഈ 4 ചാനലുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കും. ഓട്ടോറിക്ഷക്കാരും പറയുന്നു രാജീവ് ജയിക്കും. അപ്പോൾ രാജീവിൻ്റെ പ്രചരണം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സിനിമാ നടി ശോഭന, പ്രമുഖ നർത്തകിയുമാണ്, അതുപോലെ ഉർവശി അവാർഡ് കിട്ടിയ അഭിനേത്രിയുമാണ്. അവർ നേരത്തെ തന്നെ നരേന്ദ്രമോദിയുടെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ശോഭന പണ്ട് പിണറായി വിജയൻ്റെ കൂടെയും ഇതുപോലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നമ്മുടെ നവകേരള സദസ്സിലും കേരളീയ പരിപാടിയിലൊക്കെ ഇവരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടില്ല. പിന്നെ നരേന്ദ്രമോദി വെറും BJP നേതാവല്ലോ, അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വിളിച്ചു, ശോഭന പോയി എന്ന അർത്ഥമേ സഖാക്കൾ പോലും എടുത്തു. പക്ഷേ ഇപ്പോൾ ശോഭന രാജീവിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും BJPക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് അറിയിക്കുകയും പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ശോഭനയും BJP ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ശോഭന ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി ബാക്കി നടന്മാരും നടിമാരും മടിച്ചു നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇതുപോലെ ഉള്ളുകൊണ്ട് BJP ആയി തീർന്ന ഒരുപാട് നടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ പരസ്യമായിട്ട് രംഗത്തിറങ്ങാത്തത് ഇവിടുത്തെ ഈ സാംസ്കാരിക ഗുണ്ടകളെയും അതുപോലെ സൈബർ ആക്രമണത്തെ ഭയപ്പെട്ടിട്ടുമാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ശോഭന വന്ന് ആവശ്യപ്പെട്ടാൽ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ വോട്ടർമാർ തരൂരിനോ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനോ ചെയ്യാൻ ഉദ്ദേശിച്ച വോട്ട് മാറ്റി ചെയ്യൂ എന്ന് നമുക്കറിയില്ല. അതല്ല, ഇനി മറ്റ് നടന്മാർ, പ്രത്യേകിച്ച് മോഹൻലാൽ, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ വികാരമാണ്. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് രാജീവിനോ തരൂരിനോ മറ്റാർക്കെങ്കിലുമോ പിന്തുണ പ്രഖ്യാപിക്കുമോ നമുക്കറിയില്ല. ഏതായാലും ശോഭനയുടെ രംഗപ്രവേശത്തോടെ സംഗതികൾ ഒന്നുകൂടി ഉഷാറായി എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു പ്രസിദ്ധയായ ഒരു അഭിനേത്രി മാത്രമല്ല, നർത്തകിയാണ്. പിന്നെ പൊതുസമൂഹത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇടപെട്ട് സ്വാധീന ശക്തി വളർത്തിയിട്ടുള്ള ആളാണ്. പിന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണത്തിന് വിധേയയായ KS ചിത്ര തിരുവനന്തപുരത്തുണ്ട്. അവർ വല്ല നടപടി സ്വീകരിക്കുമോ? ഇതിന് പ്രതികാരമായിട്ട് ഈ സൈബർ ഗുണ്ടായുസത്തിനെതിരായിട്ട് രാജീവിനോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നും അറിയില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു.
എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഏതായാലും അഭിപ്രായ സർവേ ഒന്നും രാജീവ് ചന്ദ്രശേഖരനെ ഒട്ടും തളർത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. ആ പുള്ളി 2 കൽപ്പിച്ച് ഗോതയിൽ നിൽക്കുകയാണ്. ഇവിടെ വലിയ മത്സരം നടക്കുന്നു. തിരുവനന്തപുരത്ത് ആര് ജയിക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു പ്രവചനവും നടത്താൻ പറ്റുകയില്ല. ഇതൊക്കെയാണെങ്കിലും തരൂരിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അഭിപ്രായ സർവേയിൽ കാണാത്ത ചില അനുകൂല ഘടകങ്ങളൂടെ അദ്ദേഹത്തിനുണ്ട്. അതിപ്പോൾ തൽക്കാലം ഇവിടെ പറയാൻ നിവൃത്തിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സമയം പോലെ വെളിപ്പെടുത്താം. അതുവരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.